എല്ലാവരും പറയും ഞാൻ മറ്റേ പ്രസവിക്കാൻ വേണ്ടി കളിമണ്ണ് ചെയ്തത്, അല്ലാതെ കളിമണ്ണ് സൈൻ ചെയ്തിട്ടാണ് ഞാൻ ഗർഭമായത് എന്നൊക്കെ കുറേ ഡൗട്ടുകൾ ഇന്നുണ്ട്. 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും ചോദിക്കും. അതുണ്ടാവും, അത് കുഴപ്പമില്ല, അത് മാറാൻ പോകുന്നില്ല. അതെ, എല്ലാരും ജീവ പോലെ ആൾക്കാർ. എന്താല്ലേ, എന്താണ് അങ്ങനെ അറിയത്തില്ല. എന്തിനാണ് ഈ ജീവയെ പിടിച്ചടക്കണത് എനിക്ക് മനസ്സിലായിട്ടില്ല. പാവം ഞാൻ. എങ്ങനെയാണെങ്കിലും ഞാൻ കളിമണ്ണ് ചെയ്തു. എങ്ങനെയാണെങ്കിലും കളിമണ്ണ് ചെയ്തു. മീര അസാധ്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ പിന്നെ ഫാൻസ് ഫൈവിലെ മീര എന്ന് പറയുന്ന ക്യാരക്ടർ ഏറ്റവും എനിക്ക് സ്നേഹം മല പബ്ലിക്. ഇന്നും ആരെങ്കിലും ഗർഭിണിയാവുമ്പോ അവർ എന്നോട് വന്ന് പറയും സോ ക്യൂട്ട്ലി ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അനുഗ്രഹിക്കോ. അത് ഐ ഫൈൻഡ് ഇറ്റ് വെരി, ബിക്കോസ് എനിക്ക് തോന്നുന്നു എൻ്റെ മോൾക്ക് ഏറ്റവും ജാസ്തി ലവ്, അനുഗ്രഹം, ലോഡ്സ് ഓഫ് ബ്ലെസ്സിങ്സ് എല്ലാം ജനറേഷൻ്റെ എല്ലാ ആൾക്കാരും. അപ്പോൾ ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ഐ ഹവ് ഗോട്ട് അബൌട്ട് കളിമണ്ണ്. ആൻഡ് അപ്പോൾ അത് അവൾക്കൊന്നും അറിയില്ല. അവൾക്ക് അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ, അവൾക്കൊന്നും അറിയില്ല ദാറ്റ് ഹൗ മച്ച് പീപ്പിൾ ഹാവ് ലവ്ഡ് ഹർ. ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയ ഒരു ചൈൽഡാണ്. അതൊരു മൊമെന്റ് ആണല്ലോ. അതിനെ ഒരിക്കലും ആ സീനിൽ നന്നായിട്ട് ആക്ട് ചെയ്തു ആർക്കും പറയാനും പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്യാരക്ടറിലേക്ക് വരികയാണ്. പെൺപട്ടണം എന്ന് പറഞ്ഞ സുഹറ. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ രാവിലെ നീട്ട് എങ്ങനെ ആ കറുത്ത മേക്കപ്പ് എല്ലാം ഇട്ട് റിയൽ കോഴിക്കോട് ലൊക്കേഷൻ ഗേറ്റഡ് കോളനിയിൽ കയറിയിട്ട് നമ്മൾ മാലിന്യം റിയൽ എടുത്തിട്ടുണ്ട്. ആൾക്കാർ അറിഞ്ഞിട്ടില്ല. നമ്മൾ ബെല്ലടിക്കും, അത് ഷോട്ടിന് നമ്മൾ ക്യാമറയെല്ലാം ഈട വെച്ചിട്ട് ബെല്ലടിക്കും. മാലിന്യത്തിന് നമ്മൾ എന്ന് പറഞ്ഞാൽ അവർ പോയി മാലിന്യം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ, നമ്മുടെ മുഖം ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്താലും, പക്ഷെ അതെല്ലാം ചെയ്തിട്ട് സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ രാവിലെ ഹിഡൻ ക്യാമറ ഒക്കെ വെച്ച് പോയ സമയത്ത് ആർക്കും മനസ്സിലായില്ലേ? അല്ല, നമ്മളെല്ലാരും സത്യം പറഞ്ഞാൽ രാവിലെ നമ്മുടെ കോലം കണ്ടിട്ടുണ്ടല്ലോ പെൺപട്ടണം, അതില് നമ്മള് അവര് അറിയണ മുമ്പേ നമ്മൾ അവിടുന്ന് ഇറങ്ങി ആ സാധനം കളക്ട് ചെയ്ത് പോയി. പക്ഷെ അത് ആ ഒരു ജസ്റ്റ് ആ ഒരു സെക്കൻഡാണ്. ബിക്കോസ് ആ റിയൽ അല്ലാതെ നമ്മൾ കളക്ട് എത്ര ചെയ്താലും ആ റിയൽ ഇത് കിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ, പക്ഷെ ഇറ്റ്സ് ലൈക്ക് നൈസ്. കോഴിക്കോടിന്റെ ഓരോരോ നമുക്ക് മുക്കും മൂലയും എല്ലാം നമ്മള് നന്നായിട്ട് അത്. പക്ഷെ ഈ ഓരോ സിനിമയ്ക്കും എടുത്ത ഈ ഇത്രയും എഫേർട്ട് അത് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിയതുകൊണ്ടായിരിക്കും ഓരോ ക്യാരക്ടേഴ്സിനെയും അവർ ഓർത്തിരിക്കുന്നതും ഓരോ ക്യാരക്ടേഴ്സിനെയും അവർ പേരെടുത്ത് പറയുന്നത്. ഫൈറ്റ് ഉണ്ട് ശശി മാസ്റ്ററിന്റെ ഈ ഒരു കൈ, ഇതാണ് മാർക്ക് പെൺപട്ടണത്തിന്റെ. ഇതാണ് പെൺപട്ടണത്തിന്റെ അവാർഡ്. അതെ, അവാർഡ്. ഇത് ഒരു ചെറിയൊരു മില്ലിമീറ്ററിൽ അല്ലാതെ ഇത് ആംപ്യൂട്ട് ചെയ്യണം കൈ മുഴുവനും. അത്ര ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഡേഞ്ചറസ് ആയ ഡോക്ടർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഞാൻ ICU ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ ഏറ്റവും അതിൽ ഈ കൈ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് എന്താ പറയുക, ഇത് സ്റ്റെറോയിഡ് കഴിച്ചിട്ട് 45 ദിവസം സ്റ്റെറോയിഡ് കഴിപ്പിച്ചിട്ടാണ് ഞാൻ സിനിമ വീണ്ടും ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ബിക്കോസ് എല്ലാവരുടെയും ഡേറ്റ്സ് ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനില്ലാത്ത സീൻസും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് ആ ഓട്ടോയിലാണെങ്കിലും ജയിലിൽ ആണെങ്കിലും അടിപിടി എല്ലാം ആണെങ്കിലും ഈ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഓരോരോ ഫൈറ്റ്. അല്ലാതെ നമ്മുടെ ഷോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് എല്ലാം ഇതിലാണ്. ഞാൻ ലെഫ്റ്റി അല്ല, ഞാനാണെങ്കിൽ റൈറ്റിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഓട്ടോയിലാണെങ്കിലും തൂങ്ങിയിട്ട് ഒറ്റയടി അതെല്ലാം. അത് ശശി, നമ്മുടെ മാഫിയ ശശി, ഇപ്പോൾ നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശശി ഏട്ടൻ്റെ കൈയടി. അപ്പം ഇതേപോലെ ഒരുപാട് എഫേർട്ട് ഇട്ട്, നേരത്തെ പറഞ്ഞ പോലെ എഫേർട്ട് ഇട്ട് ചെയ്ത് കയ്യും മെയ്യും ഒക്കെ മറന്ന് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റ്, ഐ ഫീൽ എവരിബഡി. പക്ഷെ അതിന്റെ ബാക്ക് സ്റ്റോറീസ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. അത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ക്യാരക്ടേഴ്സിന്റെ കഥ, അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ ഇത്രയും കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഒരു ആർട്ടിസ്റ്റ് പ്രസന്റ് ചെയ്തത്. പ്രത്യേകിച്ച് ശശിയുടെ ഇത്രയും ക്യാരക്ടേഴ്സ്. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ഒത്തിരി താങ്ക് യു.